ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് ആരംഭിച്ചു. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 സീറ്റുകളാണ് വിധിയെഴുതുന്നത്. തമിഴ്നാട്ടിലെ ആകെയുള്ള 39 സീറ്റിലും പുതുച്ചേരിയിലും ലക്ഷദ്വീപിലുമുള്ള ഏക സീറ്റിലും വോട്ടെടുപ്പ് നടക്കും. 3 മാസം നീണ്ട വീറും വാശിയും നിറഞ്ഞ പ്രചരണത്തിനൊടുവിൽ ഇന്ന് ആദ്യഘട്ട വോട്ടെടുപ്പ്. 7 ഘട്ടമായി നടക്കുന്ന വോട്ടെടുപ്പിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങൾ ഇന്ന് വിധിയെഴുതും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടമായ ഇന്ന് 102 മണ്ഡലങ്ങളിലേക്ക് രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിക്കും. വൈകിട്ട് 6 മണിയോടെ വോട്ടെടുപ്പ് അവസാനിക്കും. 41 ഹെലികോപ്റ്ററുകൾ, 84 പ്രത്യേക ട്രെയിനുകൾ, 1 ലക്ഷത്തോളം വാഹനങ്ങൾ, ഒപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. 361 നിരീക്ഷകരെയും ചില സംസ്ഥാനങ്ങളിൽ പ്രത്യേക നിരീക്ഷകരെയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. 4627 ഫ്ലൈയിംഗ് സ്ക്വാഡുകൾ, 5208 സ്റ്റാറ്റിസ്റ്റിക്സ് നിരീക്ഷണ ടീമുകൾ, 2028 വീഡിയോ നിരീക്ഷണ ടീമുകൾ, 1255 വീഡിയോ വ്യൂവിംഗ് ടീമുകൾ എന്നിവർ രാപ്പകൽ നിരീക്ഷണം നടത്തുന്നു. മദ്യം, മയക്കുമരുന്ന്, പണം എന്നിവയുടെ അനധികൃത ഒഴുക്കും നിരീക്ഷിക്കുന്നുണ്ട്. കടൽ, വ്യോമ റൂട്ടുകളിൽ കർശന നിരീക്ഷണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ 39 സീറ്റിലും പുതുച്ചേരിയിലെയും ലക്ഷദ്വീപിലെയും ഓരോ സീറ്റിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കും. രാജസ്ഥാനിൽ 12 സീറ്റുകളിലും ഉത്തർപ്രദേശിൽ 8 സീറ്റുകളിലും അസമിലെയും ഉത്തരാഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും 5 സീറ്റുകളിലും ബീഹാറിൽ 4, മധ്യപ്രദേശിൽ 6, പശ്ചിമബംഗാളിൽ 3, മണിപ്പൂരിലെ 2 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഛത്തീസ്ഗഡിൽ ശക്തമായ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ബസ്തറിലും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. മുൻ ഗവർണർ തമിഴിസൈ സൗന്ദരരാജനും 8 കേന്ദ്രമന്ത്രിമാരും 5 മുൻ മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെ 1625 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. രാജസ്ഥാനിലെ സിക്കാർ മണ്ഡലത്തിൽ CPIM നേതാവ് അമ്രാറാമും ജനവിധി തേടുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് NDAയും ഇന്ത്യാ സഖ്യവും. അരുണാചൽ പ്രദേശിലെയും സിക്കിമിലെയും 92 നിയമസഭാ സീറ്റുകളിലേക്കും ഇന്ന് വോട്ടെടുപ്പ് നടക്കും. കൈരളി ന്യൂസ്, ദില്ലി.